നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ഇവിടെ? അതെന്ത് ചോദ്യ ശ്രേയ, ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ ഞാൻ ഇടയ്ക്കെങ്കിലും ഒന്ന് വരണ്ടേ? നമ്മുടെ വീടോ? അതേത് വകയിൽ? എന്റെ ഭാര്യയാകേണ്ട പെൺകുട്ടി താമസിക്കുന്ന വീട് എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. ഓഹോ, അങ്ങനെയാണോ? അവള് തന്നെ ഇവിടെ അഭയാർത്ഥിയാ. ആ ബന്ധത്തില് നീയും അവകാശം പറയുവാണോ? പിന്നെ പറഞ്ഞാലെന്താ, ഗംഗ ഇവിടുത്തെ വെറും വേലക്കാരി ഒന്നും അല്ലെന്ന് എനിക്കറിയാം. അങ്ങനൊരു വേലക്കാരി മാത്രമാണ് അവളെങ്കില് അവളെ ഒഴിവാക്കാൻ നീ എന്ത് സഹായം തേടുവോ? നകുൽ, വേണ്ട. നീ ലിമിറ്റ് വിടുന്നുണ്ട്. ഇത് നിനക്ക് നല്ലതിനല്ല. അല്ല ശ്രേയ, നീയാണ് ലിമിറ്റ് വിടുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ കാര്യവും കാരണവും തിരക്കേണ്ട കാര്യം നിനക്കില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ അറിയാതെ നീ പലതും പ്ലാൻ ചെയ്തില്ലേ? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനായ സ്ഥിതിക്ക് അതൊക്കെ എന്നെ കൂടെ ബാധിക്കും. ശരിയാ, നീയാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ നന്ദിയുടെ സ്നേഹത്തിന്റെയും പുറത്ത് തന്നെയാ ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയേ, നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഈ കൈലാസത്തിൽ കയറി നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുന്നത് ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ നിന്നെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. മോളെ ശ്രേയേ, നീ ആരാണെന്നാ നിന്റെ വിചാരം? ഈ ഇട്ടാവെട്ടത് കടന്ന് നീ കളിക്കുന്ന കണ്ണുകെട്ടിക്കളിയാണ് ഏറ്റവും വലിയ കളിയെന്ന് നിനക്കൊരു ധാരണയുണ്ടെങ്കില് അത് വെറുതെയാ മോളെ. നിന്നെ ഞാൻ തൊള്ള വരുന്നുണ്ട്. എന്റെ തനി സ്വഭാവം അവരറിയണ്ട. ആ ഓർമ്മ നിനക്കാണ് ഉണ്ടാവേണ്ടത്. നകുൽമോനോ, എപ്പോഴാ വന്നത്? ഞാൻ ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ മുത്തശ്ശി. വന്നപ്പോഴേ ഗംഗയെ കണ്ടു. അവളോട് സംസാരിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ ശ്രേയ വന്നു. പിന്നെ ഞാൻ ശ്രേയയുടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അതേ മുത്തശ്ശി, ഈ നകുലിനോട് സംസാരിച്ചാ നേരം പോകുന്നതേ അറിയില്ല. എല്ലാ വിഷയത്തെ കുറിച്ചും നല്ല അറിവാണല്ലോ. അത് ശരിയാ. മോനെ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായതാ. സത്യം പറഞ്ഞ മോന്റെ അന്നത്തെ സംസാരം ഒന്ന് തന്നെയാ എന്റെ ഗംഗയ്ക്ക് വേണ്ടി മോനെ ആലോചിക്കാൻ കാരണമായത്. അതേതായാലും നന്നായി. ഗംഗയുടെ ഭാഗ്യം തന്നെയാ നകുലിനെ പോലൊരു പയ്യനെ കിട്ടിയത്. അത് ശ്രേയക്ക് തെറ്റി, ഗംഗയല്ല, ഞാനാണ് ഭാഗ്യം ചെയ്തത്. അതല്ലേ ഇതുപോലൊരു മുത്തശ്ശിയെയും തങ്കം പോലുള്ള ഗംഗയും എനിക്ക് കിട്ടിയത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടന്നു കാണുമെന്ന പ്രാർത്ഥന എനിക്കിപ്പോ ഉള്ളൂ. ഇനി എന്തിനത് വൈകുന്നത്? ഉടനെ ആ വിവാഹം അങ്ങ് നടത്തിക്കൂടെ മുത്തശ്ശി? ഉടനെ നടത്താം. ആ ദിവസത്തിനായ ഞാനും കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ ഭംഗിയായി ഈശ്വരൻ ആ വിവാഹം നടത്തി തരും മോനെ. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കാം, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ശരി ശ്രേയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.